ഹലോ കൂട്ടുകാരെ, എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇത് ഇന്നലെ ബുധനാഴ്ച എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ കൂട്ടുകാരെ. ഇപ്പോൾ രാവിലെ ഇവിടെ ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. നല്ല അന്തരീക്ഷമാണ് കേട്ടോ കൂട്ടുകാരെ. ഇപ്പോൾ നമുക്ക് 2 ദിവസം കൊണ്ട് മഴയൊന്നുമില്ല. അപ്പോൾ രാവിലെ എണീറ്റ് വന്ന് ചായ ഇടാൻ നോക്കിയപ്പോൾ പാലും ഇല്ല, പഞ്ചസാരയും ഇല്ല. അങ്ങനെ നിന്ന് ആലോചിച്ചതിന് ശേഷം നമ്മളുടെ പൈപ്പിൽ വെള്ളം വരുന്നില്ല, മോട്ടർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന 2 പാത്രം എടുത്ത് സിങ്കിലിട്ടിട്ട് നമ്മുടെ പാത്രം കഴുകാനുള്ള ആ വെള്ളം എടുക്കാമെന്ന് പറഞ്ഞ് പുറത്ത് പോയി. വെളിയിൽ പോയി പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുക, അതായത് നമ്മുടെ കുടിവെള്ളം. മറ്റേ നമ്മൾ മോട്ടർ വെള്ളമാണ് എപ്പോഴും ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പോയി ഒരു പാത്രം വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നതിന് ശേഷമാണ് കരിപ്പട്ടി കാപ്പി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. കാരണം കരിപ്പട്ടി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ വല്ലപ്പോഴുമൊക്കെ ഇച്ചിരി കരിപ്പട്ടി കാപ്പി കുടിക്കുന്നത് നല്ലതാണ് കേട്ടോ ശരീരത്തിന്. അങ്ങനെ ഞാൻ നമ്മുടെ വെള്ളമൊക്കെ തിളയ്ക്കാൻ വെച്ചതിന് ശേഷം നമ്മുടെ മധുരത്തിന് ആവശ്യമായ കരിപ്പട്ടി എടുത്ത് ഞാൻ നമ്മുടെ തിളയ്ക്കാൻ വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെ അതൊന്ന് അവിടെ ഇരുന്ന് അലിഞ്ഞതിന് ശേഷമേ നമുക്ക് തിള വരുള്ളൂ കേട്ടോ നമ്മളുടെ ശർക്കരയും വെള്ളത്തിൽ. അങ്ങനെ കരിപ്പട്ടി കാപ്പിയുടെ ശർക്കരയൊക്കെ തിളച്ച് വന്ന് വെള്ളമൊക്കെ അപ്പോൾ ഞാൻ കാപ്പിപ്പൊടി തട്ടിക്കൊടുത്ത് എന്നിട്ട് 1 മിനിറ്റ് അടച്ച് വയ്ക്കും കേട്ടോ. കാരണം അടച്ച് വെച്ചിരുന്നാലേ നമുക്ക് ആ കാപ്പി ഒന്ന് സെറ്റായി കിട്ടുള്ളൂ. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനൊന്ന് ഇളക്കിയിട്ട് നമ്മൾ കുടിക്കാൻ വേണ്ടി ഗ്ലാസ്സിൽ 1 കപ്പിനും കൂടെ ഇട്ട് ഒഴിച്ചു കൊണ്ടുപോയി കുടിച്ചു. അതിനുശേഷം ഞാൻ മാവൊക്കെ നോക്കി കാപ്പി ഉണ്ടാക്കുക. അപ്പോൾ സാധനങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ വാവച്ചൻ ചേട്ടൻ സ്കൂളെടുക്കാൻ വേണ്ടി പോകാൻ സമയമായി. പ്രാർത്ഥനയൊക്കെ പഠിക്കുകയാണ്. അപ്പോൾ ഞാൻ വെളിയിൽ ഗേറ്റ് തുറന്നു എന്ന് നോക്കാൻ വന്നപ്പോൾ ആദിത്യൻ ഗേറ്റൊക്കെ തുറന്നിട്ടുണ്ട്. അങ്ങനെ ആദിത്യൻ പറയണ പപ്പനെ കാണാനില്ലല്ലോ എന്ന് പറയുകയാണ്. കാരണം 7:15 ഇപ്പോൾ സമയം. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാനൊരു ഉമ്മയൊക്കെ അവന് കൊടുത്ത് സന്തോഷത്തോടെ നമുക്ക് ജോലിക്ക് വിടാനുള്ളത്. അവൻ രാവിലെ എൻ്റെ പപ്പയുടെ കൂടെ സ്കൂളെടുക്കാൻ പോകണമെന്നാണ്. നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടർക്കൊക്കെ അറിയാം അവൻ എന്ന് ഈ ജോലി ചെയ്യുന്നത്. അപ്പോൾ നോക്കിയപ്പോൾ നമ്മളുടെ വാവച്ചൻ ചേട്ടായി കാണാനില്ല. അപ്പോൾ ഞാനും മോനും കൂടെ വണ്ടിയൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്ന സമയത്ത് നമ്മളുടെ വാവച്ചൻ ചേട്ടൻ സ്കൂളെടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി വരികയാണ്. പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് എനിക്കൊരു ഹായും പറഞ്ഞിട്ട് വാവച്ചൻ ചേട്ടനും ആദ്യത്തിനും കൂടെ പോയി സ്കൂളെടുക്കാൻ. അതിനുശേഷം ഞാൻ വന്നപ്പോൾ കണ്ട കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അവിടുത്തെ തെങ്ങിൻ്റെ മുകളിലും നമ്മുടെ ഒരു അണ്ണി ഇരുന്ന് വിളിക്കണമാണ് കേട്ടോ. അപ്പോൾ ഞാൻ പോയി പയ്യെ ക്യാമറയൊക്കെ കൊണ്ടുവച്ച് ഒന്ന് എടുക്കുകയാണ് കേട്ടോ. പറ്റുന്ന രീതിക്ക് കൂട്ടുകാർക്കൊന്ന് കാണിച്ചു തരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ നോക്കി നിന്ന് ഞാനും സൗണ്ട് വെച്ച് കേട്ടോ അണ്ണിയുടെ. ആ സൗണ്ട് വെച്ചപ്പോൾ അതും പയ്യെ ഇങ്ങനെ വരയണം. ഇതെവിടെ നിന്നാണ് ഈ സൗണ്ട് കേൾക്കണമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്നെ കണ്ടതോ അതങ്ങ് പോയി. അപ്പോൾ ഇന്നലെ രാത്രി മോട്ടർ ഇട്ടപ്പോൾ മോട്ടർ വർക്കാവുന്നില്ല. അപ്പോൾ എന്തെങ്കിലും കാരണം കാണുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നോക്കിയപ്പോൾ നമ്മളുടെ കിടപ്പിൽ നിറച്ച് പായലുണ്ട് കേട്ടോ. അപ്പോൾ മോട്ടർ നമുക്ക് പണിയെന്നു ഇന്നലെ രാത്രി മോട്ടർ ഇട്ടപ്പോഴേ വെള്ളം ഇല്ലാത്തതുകൊണ്ട് മോട്ടർ ഇട്ടപ്പോൾ മോട്ടറിൽ വെള്ളം കയറണില്ല. എന്തോ കയറി അടഞ്ഞെന്നാണ് തോന്നണത്. ഇതിനകത്ത് നിറച്ച് പായൽ. അപ്പോൾ ഇനി വാവച്ചൻ ചേട്ടൻ വന്നിട്ട് ആളെ വിളിച്ചിട്ടുണ്ട് വൃത്തിയാക്കാൻ. ഇനി ഒന്ന് വൃത്തിയാക്കിയ ശേഷമേ ഇനി അറിയാൻ പറ്റുള്ളൂ എന്താണ് കംപ്ലൈൻറ്റ്. ഇപ്പം നമ്മൾ ശരിയാക്കി വെച്ചതേ ഉള്ളൂ. പുതിയൊരു മോട്ടർ മേടിച്ച് എല്ലാം കൂടെ പണിയൊക്കെ ചെയ്തെടുത്ത് ഇപ്പം 4300 രൂപ 4200 രൂപ ചിലവായതേ ഉള്ളൂ. ഒരാഴ്ച ആയതേ ഉള്ളൂ. പക്ഷെ മോട്ടോറിന് അതിൻ്റെ ഇതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ വെള്ളം കയറുന്നില്ല. എനിക്കിവിടെ പായലെന്തോ കയറി അടഞ്ഞെന്നാണ് തോന്നണത്. ഇനി അതിനി നന്നാക്കണം. നമുക്കെപ്പോഴും ശരിയാക്കി തരണ നമ്മളുടെ ഒരു കൂട്ടുകാരനുണ്ട്. ആ കൂട്ടുകാരന് എന്തോ വയ്യായ്മ പറഞ്ഞു, സുഖമില്ല, ഹോസ്പിറ്റലിലൊക്കെ ആണെന്ന് പറഞ്ഞു. വേറൊരു പ്ലംബറിനെ വിളിച്ചിരിക്കണേ. ഞാൻ പ്ലംബർ വന്നു എന്താണ് പറയണമെന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. എന്തായാലും കൊള്ളാം. വെള്ളം മുടക്കും, ഇല്ലെങ്കിൽ അകത്ത് സിങ്ക് മുടക്കും. ഇത് തന്നെയാണ് പരിപാടി നമ്മളിവിടെ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കണ്ട ഒരു പൂവാണ് കേട്ടോ കൂട്ടുകാരെ. ഇത് ഒരു വള്ളിയിൽ പടർന്നു നിൽക്കുന്ന പൂവാണ്. നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് പോയി നോക്കിയപ്പോൾ ഒരു 3 പൂവൊക്കെ നിൽപ്പുണ്ട്. അതിൻ്റെ കൂടെ ഒരു കായും ഉണ്ട്. അപ്പോൾ ഞാൻ ഇതെന്ത് കായാണെന്നൊന്ന് ആലോചിച്ചിട്ട് വീണ്ടും ഞാൻ ആ കായനെ ഒന്ന് തൊട്ട് നോക്കും കേട്ടോ. അപ്പോൾ ആ കാ വന്നിട്ടാണെങ്കിൽ കുറച്ചുണ്ട് കേട്ടോ നമ്മളുടെ ആ ചെടിയിൽ. അപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോൾ ഒരുമാതിരി പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഈ കാ. അപ്പോൾ ഈ കാ എന്താണെന്നുള്ളത് കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ കൂട്ടുകാരെ. നല്ല ഭംഗിയുള്ള പൂവായിരുന്നു. പക്ഷേ ഇത് ചുറ്റി കിടക്കണം നമ്മുടെ തുളസി ചെടിയുടെ പുറത്താണ് കേട്ടോ.
അപ്പോൾ തുണിയൊക്കെ ഇന്നലെ നനച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു, വെയിൽ കുറവായിരുന്നുകൊണ്ട് ഉണങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഇന്നിനി കൂടെ ഒന്നെടുത്ത് ഇട്ടാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും. അപ്പോൾ ഞാൻ തുണിയൊക്കെ ഒതുക്കിയിട്ട് ഇപ്പോൾ രാവിലെ പുറം പണിക്കൊക്കെയാണ് ഇറങ്ങിയിരിക്കണത് കേട്ടോ, നമ്മൾ കരിപ്പട്ടി കാപ്പിയൊക്കെ കുടിച്ചിട്ട്. അപ്പോൾ തുണിയെല്ലാം വിരിച്ച് തീർന്നു. അപ്പം മുറ്റം ഒന്ന് തൂത്തു വരണം. 2 ദിവസം കൊണ്ട് മുറ്റം തൂക്കുന്നില്ലായിരുന്നു. കാരണം 2 ദിവസത്തിന് മുമ്പ് വരെ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ നിറച്ച് മുരിങ്ങയില ഇങ്ങനെ വീഴും. അപ്പോൾ ഇന്ന് തൂത്തു വാരിയപ്പോൾ നമ്മുടെ മുരിങ്ങയിൽ നിന്ന് നമുക്ക് 2-3 ആട്ടാൻ പുഴുവും കൂടെ കിട്ടിയാട്ടാം. അപ്പോൾ ആട്ടാൻ പുഴുവൊക്കെ ഇട്ട് ഞാനെല്ലാം കൂടെ ഒന്ന് തൂത്ത് ഒതുക്കി അതൊന്ന് വൃത്തിയാക്കി കേട്ടാം. ആക്കിയതിന് ശേഷമാണ് എനിക്കിനി അടുക്കള ഒന്ന് തൂത്തുവാരം. അങ്ങനെ അടുക്കളയും കൂടെ തൂത്തുവാരും. കാരണം മണ്ണാണ് എപ്പോഴും ഞങ്ങളുടെ അടുക്കളയും കൂടെ ഒന്ന് ഒതുക്കിയതിന് ശേഷമാണ് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. കാരണം ഇന്നലെ ഉണ്ടാക്കിയതിൻ്റെ ഇലയുടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മൂത്താക്ക് മതി, ബാക്കിയുള്ളവർ കാപ്പി കുടിക്കും പുറത്തുനിന്ന് സ്കൂളെടുക്കാൻ പോയിട്ട് വരണ വഴിക്ക്. അത് കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കി പത്രം കിട്ടി. സ്കൂളിൽ പെട്ടെന്ന് പോവേണം കേട്ടോ. സ്കൂളിൽ പോയി ഫുഡ് ഉണ്ടാക്കണം. നമുക്ക് വീട്ടു ജോലി മാത്രമല്ലല്ലോ, നമുക്ക് സ്കൂളിലും കൂടെ ജോലിയില്ലേ. പെട്ടെന്ന് തന്നെ ഞാൻ വന്ന് 4 തട്ട് ഇഡ്ഡലിയൊക്കെ റെഡിയാക്കി 5ാമത്തെ തട്ടിനുള്ളത് കോരി വെച്ച് ചമ്മന്തിക്കുള്ള ഇത് അരയ്ക്കുകയാണ്. അപ്പോൾ ഒരു കൈ കൊണ്ട് ഞാൻ ഇഡ്ഡലി ഇളക്കുന്നുണ്ട്, ഒരു കൈ കൊണ്ട് നമ്മുടെ മിക്സിയും പിടിച്ച് കൊടുത്താണ് ചമ്മന്തി അരച്ചുകൊണ്ടിരിക്കണത്. അപ്പോൾ ഒരു സ്റ്റെപ്പ് അരച്ചപ്പോൾ വെള്ളം കുറവായിരുന്നു. അപ്പോൾ ഞാൻ അടുത്തും കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ചമ്മന്തി അരച്ച് നമ്മൾ ഇഡ്ഡലി എല്ലാം ഞാൻ ഇളക്കി കൂമ്പാരം പോലെ ആക്കി വെച്ച് കേട്ടോ കൂട്ടുകാരെ. അതിന് ശേഷം ഞാൻ ബാക്കിയുള്ള തേങ്ങയും കൂടെ ചമ്മന്തിക്ക് അരയ്ക്കാൻ വേണ്ടി മിക്സിയുടെ ജാറിലാക്കി കൊണ്ടുപോയി ഇഡ്ഡലിയൊക്കെ പറക്കി പാത്രത്തിനകത്താക്കി കൊടുത്ത് അടച്ചങ്ങ് വയ്ക്കും. കാരണം 9 മണിയാകുമ്പം നമ്മുടെ PTCMോ പിയൂണ വന്ന് എടുത്തുകൊണ്ട് പോകും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സാധാരണ ബുധനാഴ്ച ദിവസം നമ്മൾ മുട്ടക്കറിയാണ് കൊടുക്കുന്നത്. ഇന്ന് സാറ് നമുക്ക് തീയൽ വയ്ക്കാമെന്ന് പറഞ്ഞ് കത്തിരിക്കയും മുരിങ്ങയ്ക്കൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ കുറച്ച് പയറും ഉണ്ട്, ചെറുപയർ ഉടച്ചെറിയും കത്തിരിക്ക തീയലും വയ്ക്കാമെന്ന് പറഞ്ഞ് മുട്ട അവിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു സാറ്. അപ്പോൾ ഞാൻ അടുപ്പ് കത്തിച്ച് ഇപ്പോൾ ഇവിടെ 10:45 അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പരിപ്പല്ല കൂട്ടുകാരെ പയർ അവിക്കാൻ വേണ്ടി കഴുകി കുക്കറിനകത്താക്കി കഞ്ഞിക്കുള്ള വെള്ളവും ഇട്ട് കൊടുത്തു. അപ്പോൾ വെള്ളം ചൂടാവണ നേരം കൊണ്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ അരിഞ്ഞ് ഇത് കഴുകി വാരി എടുക്കണം. എന്നിട്ട് കത്തിരിക്ക ഞാൻ തീയലിന് കണക്കിന് നീളത്തിനാണ് കേട്ടോ അരിയണത്. നീളത്തിന് അരിഞ്ഞ് വെള്ളത്തിൽ തന്നെ ഇട്ടിരിക്കും. വെള്ളത്തിൽ തന്നെ ഇടണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ നമ്മുടെ കത്തിരിക്ക നമ്മൾ ഉണ്ടാക്കണ സമയമാകുമ്പോൾ കറുത്തു പോകും. അപ്പോൾ വെള്ളത്തിൽ ഇട്ടിരുന്ന് കഴിഞ്ഞാൽ കറക്കൂല നമ്മുടെ കത്തിരിക്ക, അതങ്ങനെ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ എല്ലാം അരിഞ്ഞ് പറക്കിയെടുത്ത് തക്കാളിയും തൊണ്ടമുളകും സവാളയും കത്തിരിക്കൊക്കെ അരിഞ്ഞ് വെച്ചപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം മാറ്റി കൊടുത്ത് നമ്മുടെ കറികൾക്ക് ആവശ്യമുണ്ട്. എന്നിട്ട് അരി കഴുകി ഇട്ട് കൊടുത്ത് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അതവിടെ നിന്നാവണ നേരം കൊണ്ട് നമ്മുടെ PTCM മാമ മുട്ടയൊക്കെ കൊണ്ടുവന്ന്. അപ്പോൾ മുട്ട ഞാൻ കഴുകിയിട്ടാണ് അവിക്കണത്. അപ്പം മുട്ടയെല്ലാം പാത്രത്തിനാക്കിയിട്ട് കുറച്ച് ചായ ഇടാമെന്ന് വിചാരിച്ച് ചായക്ക് വെച്ചിട്ട് മുട്ടയെല്ലാം കഴുകി നമ്മളുടെ വേറൊരു പാത്രത്തിനാക്കി വേവിക്കാൻ വേണ്ടി. അപ്പോൾ വേവിക്കാൻ വെക്കുന്നതിന് മുമ്പ് ചായ റെഡിയായി. അപ്പോൾ ഞാൻ മുട്ട എടുത്ത് വേവിക്കാൻ വെച്ച് കൊടുത്തു. അതിനുശേഷം നമ്മളുടെ PTCM അപ്പച്ചനുള്ള ചായ ഒഴിച്ച് മാറ്റി വെച്ചിട്ട് ഞാനും ചായ അവിടെ ഇരുന്ന് കുടിച്ചൊക്കെ വന്ന സമയത്ത് നമ്മളുടെ അരി ഏകദേശം ആവാറായിട്ടുണ്ട്. അപ്പോൾ തേങ്ങ പൊട്ടിച്ച് വെക്കാം, തിരുവണമല്ലേ. അപ്പോൾ ആദിത്യം വന്നു കേട്ടോ സ്കൂളിൽ. അപ്പോൾ ആദിത്യനെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ തന്നെ പയ്യെ നമ്മുടെ ചോറും ചരുവൊക്കെ തൂക്കിയെടുത്ത് വെച്ച് ഒഴിച്ച്. അപ്പോൾ ആദിത്യൻ എന്നെ അവിടെ നിന്ന് നോക്കി. കാരണം എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ആദിത്യനെ അറിയാം. അതിനുശേഷം ആദിത്യൻ തിരികെ തന്ന തേങ്ങയെന്ന് ഞാൻ നമ്മളുടെ തീയലിന് ആവശ്യമായി ഒരു 3 തേങ്ങ എടുത്ത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും വെളുത്തുള്ളിയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. വറുത്ത് മാറ്റിയതിന് ശേഷം ഞാൻ ചട്ടി വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് കടുക് പൊട്ടിയപ്പോൾ നമ്മൾ നീളത്തിന് അരിഞ്ഞ് വെച്ച സവാള ഒന്ന് ഇട്ട് കൊടുത്ത് അതിനെ വയറ്റും കേട്ടോ. വയറ്റിയെടുത്തതിന് ശേഷം നമ്മൾ തൊണ്ടമുളകും കൂടെ ചേർത്ത് കൊടുക്കും. അതിന് ശേഷം തക്കാളിയും കൂടെ ചേർത്ത് ഒന്ന് വയറ്റിയതിന് ശേഷം നമ്മൾ വെള്ളത്തിൽ അരിഞ്ഞിട്ടിരിക്കണം കത്തിരിക്കയും മുരിങ്ങയ്ക്കയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കും കേട്ടോ. ഇളക്കിയതിന് ശേഷമാണ് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് ഒന്നും കൂടെ ഇളക്കിയിട്ട് ഞാൻ അടച്ച് വയ്ക്കും. കാരണം ഇനി വെള്ളമൊന്നും ഒഴിക്കില്ല, ഈ എണ്ണയുടെ കൂട്ടിലിരുന്നതിന് അതൊന്ന് വെന്ത് കിട്ടും. ആ നേരം ആദ്യത്തേനാണ് കേട്ടോ ഇന്ന് പയർ കറിയുടെ കറി ശരിയാക്കിയിട്ട് കടുക് വറുക്കുന്നത്. കടുക് വറുത്തപ്പോൾ ഈ ചട്ടിയിലെ വെള്ളം തീരുന്നതിന് മുമ്പ് എണ്ണയും കടുക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ അത് പൊട്ടുന്ന സൗണ്ട് കേട്ട കൂട്ടുകാരെ നിങ്ങൾ കണ്ടോളൂ.
അവൻ ചെയ്ത് കണ്ട കടുക് പൊട്ടിച്ചിരിക്കുന്നുണ്ട്. പരിപ്പ് കറിക്ക് വേണ്ടി ഒഴിക്കാൻ വേണ്ടി എടുത്തതാണ്. കണ്ടല്ലോ കൂട്ടുകാരെ, പാചകം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് പാചകം പഠിക്കണം ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അതനുസരിക്കാതെ ചെയ്യുന്നതാണ് ഇത്. കണ്ടല്ലോ, ഇവൻ വഷളനാണ്, വികൃതിയാണ്, അഹങ്കാരിയാണ്. നിൽക്കുന്ന കണ്ടല്ലോ. അങ്ങനെ കറിയിൽ കടുകൊക്കെ പൊട്ടിച്ചൊഴിച്ച് അങ്ങനെ നമ്മുടെ പയർ കറി ആദ്യത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞാൻ നമ്മളുടെ കത്തിരിക്ക തുറന്ന് നോക്കിയപ്പോൾ വെന്തൊക്കെ കിട്ടി. ഞാൻ അരപ്പൊക്കെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരപ്പൊക്കെ ഒഴിച്ച് കൊടുക്കും കേട്ടോ. ഒഴിച്ച് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ആക്കുമ്പോൾ നമ്മുടെ കറി റെഡിയാവും. ഇങ്ങനെ ഒന്ന് തീയലൊന്ന് വെച്ച് നോക്കണം കേട്ടോ കൂട്ടുകാരെ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് ഗരം മസാലയും കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് അടച്ചങ്ങ് വെക്കും കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഒരു അത്യാവശ്യം വന്ന് ഒരു ടീച്ചറിനെ കൊണ്ട് ടീച്ചറിൻ്റെ വീട്ടിലൊന്ന് പോവേണ്ടി വന്നു. ഇനിയെല്ലാം വൃത്തിയാക്കണം ഇവിടെയൊക്കെ. അപ്പോൾ അങ്ങനെ കുറച്ച് ജോലിയൊക്കെ ഇനി ഉണ്ട്. അപ്പം ഇനി ഇതെല്ലാം വൃത്തിയാക്കിയിട്ടാണ് എനിക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടി. ഇപ്പം മണി 2 മണിയായി. നമ്മുടെ ഇവിടെ ഒരു സ്കൂളിൽ ഒരു ടീച്ചറിന് പെട്ടെന്ന് വയ്യാതായി. ഒരു കൊച്ചു ടീച്ചറാണ് കേട്ടോ, അനുജത്തിയെ പോലെ ഒരു കുഞ്ഞു ടീച്ചർ. അപ്പോൾ ആ ടീച്ചറിനെ കൊണ്ടുവന്ന് ടീച്ചറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനും വേറൊരു ടീച്ചറും കൂടെ ആയിട്ട് കൊണ്ടുവന്ന് ആക്കിയൊക്കെ കൊടുത്ത് വന്നിട്ടാണ് ഇനി ബാക്കി കാര്യങ്ങളെല്ലാം ഒതുക്കാവുള്ളത്. അപ്പോൾ ഈ വീഡിയോ കണ്ട കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക്, ഒരു ഷെയർ, ഒരു സബ്സ്ക്രൈബ്. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ, ടാറ്റാ, സീ യു.